ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇതിനെ വാക്സിന് കൊണ്ടുപോകുന്ന വീഡിയോ ആണ്. ഇന്ന് 3.5 മാസത്തെ വാക്സിനാണ്. അപ്പോൾ ഇന്ന് 3 ഇഞ്ചക്ഷൻ ഉണ്ട് തോന്നുന്നു. പാവം നല്ല വേദന ഉണ്ടാവും, പനി വരും. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും, എന്താ ഒരാൾക്ക് വയ്യാതായി പിന്നെ മൊത്തം പ്രശ്നമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എടുക്കാതിരിക്കാനും പറ്റത്തില്ല, അപ്പോൾ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് അവളെയും കൊണ്ട് വാക്സിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഞാനൊന്ന് റെഡി ആവട്ടെ. നിത്തുവിനെ മാറ്റി നിർത്തി അമ്മ. ഇനി ഞങ്ങൾ പോയിട്ട് റെഡി ആയിട്ട് നേരെ പോകണമായിരിക്കും. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. പാവൻ നിധി നല്ല ഉറക്കം കേട്ടോ, ഒന്നും അറിയില്ല. ഇന്ന് വാക്സിൻ എടുക്കും 3 ഇഞ്ചക്ഷൻ വയ്ക്കുന്ന ഒന്നും അവൾക്ക് അറിയില്ല. അവൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളിതാ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങി. ഞാനും നെഞ്ചോട്ടനും നിധി മാത്രമേ ഉള്ളൂ, നിത്തു വരുന്നില്ല. നിത്തു വന്ന് പറഞ്ഞ പ്രശ്നവും, കാരണം അവൾ ഹോസ്പിറ്റലിൽ പോയി ഇവളെ ഇഞ്ചക്ഷൻ വയ്ക്കുന്നുണ്ട്. അവൾ ഭയങ്കര കരച്ചിലാവും, പിന്നെ ബഹളവും. അതുകൊണ്ട് അവളെ കൂട്ടുന്നില്ല. ഞങ്ങൾ 3 ആളും കൂടെ പോണേ. അവൾ അമ്മയുടെ അടുത്ത് ഉണ്ട്. തിരക്കൊക്കെ ഉണ്ടാവും എന്തായാലും. ഇപ്പൊ സമയം 10 മണിയില്ല. അപ്പൊ എന്തായാലും തിരക്കൊക്കെ ഉണ്ടാവും. എന്തായാലും 4-5 ആളെങ്കിൽ ഉണ്ടാവും മിനിമം. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഉണ്ടാവും തിരക്കിന്റെ കാര്യത്തിൽ. നമ്മൾ മണ്ണൂർ എത്താറായി. ഏട്ടാ, ഈ അമ്പലം ഓർമ്മയുണ്ടോ? അതാണ് ഞങ്ങളുടെ കൈമുകുന്നത്ത് കാവ് അമ്പലം. ഓർമ്മയുണ്ടോ ഏട്ടാ? യെസ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് അവിടെ കേട്ടോ. ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. കല്യാണം നക്ഷത്രം ഓഡിറ്റോറിയം പോയില്ലേ? ഓഡിറ്റോറിയം അപ്പുറത്തായിരുന്നു. ഹോസ്പിറ്റലിൽ എത്താറായി. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അല്ലേ ഹോസ്പിറ്റലിലോട്ട് കേട്ടോ? ഒരു 1/2 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമ്മളിവിടെ മണ്ണൂർ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിനാണ് കേട്ടോ നമ്മൾ ഇവൾക്ക് പോളിയോ എടുക്കണ വാക്സിൻ എടുക്കണത്. ഇനി ഇവിടുന്ന് ഒരു 100 മീറ്റർ കൂടെ ഉള്ളു, കഴിഞ്ഞു, എത്തി നമ്മള്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഹോസ്പിറ്റലിന്റെ എൻട്രൻസ് ഇവിടെ കേട്ടോ. തിരക്കുണ്ടോ കേട്ടോ? വലിയ വണ്ടികളൊന്നും കാണാനില്ല അല്ലേ? നമ്മളെത്തി. പക്ഷെ പോളിയോക്ക് അങ്ങനെ ഒരുപാട് പേരൊന്നും ഉണ്ടായില്ല. മറ്റേ വേറെയും ഡോക്ടേഴ്സിനെ കാണാനുണ്ടാവുമല്ലോ, അതിന്റെ തിരക്കും ഉണ്ടാവും. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് ഹോസ്പിറ്റൽ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. OP എടുക്കാനുള്ള കൗണ്ടറിൽ നിൽക്കാം കേട്ടോ. 1-2 ആൾക്കാരുണ്ടായിരുന്നു, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ OP എടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നേരെ ഡോക്ടറെ കാണിക്കാം കേട്ടോ. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണിച്ചിട്ട് വാക്സിൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അകത്ത് കയറി. ഏട്ടൻ വെളിയിൽ നിന്നു കേട്ടോ, ഞാൻ മാത്രമേ അകത്ത് കയറിയുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, വാക്സിൻ എടുക്കാമെന്ന് പറഞ്ഞു. ജലദോഷം വലിയ കുഴപ്പമൊന്നുമില്ല, ചെസ്റ്റ് എല്ലാം ക്ലിയർ ആണ്, കുട്ടി ആക്റ്റീവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, എടുത്തോളൂ പറഞ്ഞു. പിന്നെ അകത്തോട്ട് ഞാൻ മാത്രമേ പോയുള്ളൂ, ഞാനും നിധി മാത്രമേ പോയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളങ്ങനെ വാക്സിനൊക്കെ എടുത്ത് കുത്തൊക്കെ കൊണ്ട് കരഞ്ഞിട്ട് വരുന്ന രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ നിധിൻ്റെ വാക്സിനൊക്കെ എടുത്തു. ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കാനൊന്നും പറ്റിയില്ല. ഉള്ളിൽ ഇഞ്ചക്ഷൻ വയ്ക്കുന്ന എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവള് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ പൊതുവേ നമ്മുടെ ഇവിടെ അകത്ത് അമ്മയുടെ മടിയിലിരുത്തിയിട്ടാണ് കുത്തണത്. അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റൂല. കൂടെ വന്ന ആളെ ഉള്ളിൽ കയറ്റൂല. അമ്മയും കുട്ടി മാത്രമേ ഉള്ളിൽ കയറാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇഞ്ചക്ഷൻ വയ്ക്കുന്നത് രഞ്ജോട്ടൻ പുറത്തായിരുന്നു. നല്ല കരച്ചിലായിരുന്നു. അതിപ്പോൾ ആള് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക, പാൽ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിത്തു എന്തൊക്കെ കാട്ടി വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. നേരെ വീട്ടിലോട്ടാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു പനി വരും. ഇല്ല പനി വരും. അപ്പോൾ പോയ ഉടനെ പാരസെറ്റമോളുടെ സിറപ്പ് തന്നിട്ടുണ്ട്, അത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ്
5 മണിക്കൂർ 6 മണിക്കൂർ ഇടവിട്ട് വീണ്ടും കൊടുക്കാൻ പറഞ്ഞിട്ട്. പനി വരും, നല്ല വേദന ഉണ്ടാവും. കാല് 3 ഇഞ്ചക്ഷൻ ഉണ്ട്, 2 കാലിലും ഉണ്ട്, 1 കയ്യിലും ഉണ്ട്. അപ്പോൾ ഒരു കാലത്തെ ഇടത് കാലത്തെ ഇഞ്ചക്ഷൻ വെച്ച് നല്ല പെയിൻ ഉണ്ടാവും പറഞ്ഞു. കാല് ഇളക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ നല്ല പെയിൻ ആയതുകൊണ്ട് പനി വരും, കരയും, വാശി പിടിക്കുന്നു, ഒന്നും അറിയില്ല. ഇന്ന് രാത്രി ശിവരാത്രി ആണോ എന്ന് പോലും അറിയില്ല. ഇന്ന് എന്തായിരിക്കുന്നത് നമുക്ക് കണ്ടറിയാമെന്ന് മാത്രമേ ഉള്ളൂ. വൈകിട്ട് പോയിട്ട് എന്താണ് അവസ്ഥ എന്ന് പോയാൽ ആദ്യം മരുന്ന് കൊടുക്കണം, അല്ലെങ്കിൽ പണി പാളും, പനി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു വ്ളോഗ്, നമ്മുടെ ഇഞ്ചക്ഷൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ആക്കാമല്ലേ ചേട്ടാ? അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ ചേട്ടാ, ബൈ.